ഹലോ എവരിബഡി. ഹലോ. ഞങ്ങൾ വീണ്ടും യാത്രയിലാണ്. ശ്രുതിയെ പറയടാ ശ്രീകുട്ട, എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കുക. സ്വാഗതം. ശ്രീകുട്ട ഒരു പാട്ടോട്. ദേവസപാദനം രാഗിലമാകുവനാദമയൂരമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. മതി. ഓക്കെ, ഇന്നും മോളെന്താ നേരത്തെ പറഞ്ഞ? അല്ല, ഞാനേ ഇവര് വിചാരിക്കും നമ്മളിപ്പോ ഇടുന്ന വീഡിയോസ് ഒക്കെ വണ്ടിന്നാണല്ലോ, ഒരു ഫുൾ ടൈം യാത്രയിലാണല്ലോ എന്ന് വിചാരിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളൊരു യാത്രയിന്ന് ആ വീഡിയോയിലേക്ക് കേറുമ്പോ ഒരു രസം ഉണ്ടാവില്ല വീഡിയോ കാണും. ഇതും ഒരു സ്പെഷ്യൽ യാത്രയാണ്, ഇതൊരു സ്പെഷ്യൽ ഒരു യാത്രയല്ല. അതായത് നമ്മള് ഇപ്പൊ അടുത്ത് നമ്മള് സ്നേഹക്കൂട് എന്ന് പറഞ്ഞിട്ട് അമ്മമാരെ വീഡിയോ ഒക്കെ കണ്ടില്ലേ? എല്ലാവരും കണ്ടു. ഭയങ്കര സ്നേഹം തന്നു. തരുണിമണികളായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉള്ളൊരു വീടുണ്ട്. അപ്പൊ അവർക്ക് പുതിയ വീട്, വലിയ ബിൽഡിംഗ് നിർമ്മിച്ചു. ആ ബിൽഡിങ്ങിന്റെ ഇനോഗ്രേഷൻ ആണ് ഇന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ തന്ന ഒരു സ്നേഹല്ലേ, മതിമുഖി മാലതി. അയ്യോ, അതാണ്. എന്ത് രസമായിരുന്നല്ലേ അത് കാണാൻ. ആ സ്നേഹം ഒരുപാട് പേരിലെത്തി. അപ്പോ ആ സ്നേഹം അവർക്കും ഭയങ്കര ഹാപ്പിനെസ് കൊടുത്തു. അപ്പൊ നമ്മളവര് വിളിച്ചു, വീണ്ടും നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോ നമ്മള് കഴിഞ്ഞ തവണ എനിക്ക് പോകാൻ പറ്റില്ല, ഏട്ടൻ ഒറ്റയ്ക്കായിരുന്നു പോയത്. അപ്പൊ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് അല്ലേ ശ്വേട്ടാ, നമുക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഇൻവൈറ്റ് ചെയ്തില്ല. മനസ്സിലായില്ല. അപ്പൊ അവരുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം, അങ്ങനെയൊന്നുമില്ലേ, ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ഞങ്ങള് പ്രജന്റെ കൂടെ വലിഞ്ഞു കയറി. എന്നിട്ട് ഞങ്ങള് പോവാണ്. പോണ സ്ഥലത്തൊക്കെ വരെ വെറുപ്പിക്കുകയാണ് ഞങ്ങള്. അല്ല, ഇതൊക്കെ എല്ലാവരും അറിയണം. അല്ലാത്തൊരു പക്ഷെ ഇതൊരു വളരെ ഹാപ്പിനെസ്സിലാട്ടോ നമ്മള് പോണത്. സത്യം പറഞ്ഞ ആ ഒരു ഏട്ടന്ന് പോയിട്ട് തന്നെ അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഭയങ്കര എന്താ പറയാ ത്രില്ലിലാണ്. അവരുടെ സ്നേഹമൊക്കെ ഒന്ന് ലൈവിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ആ സ്നേഹമൊക്കെ കിട്ടാൻ വേണ്ടി, കാരണം നമുക്കൊക്കെ ഒരു അമ്മയുടെ അച്ഛൻ്റെ അല്ലേ കിട്ടുള്ളൂ. ഒരുപാട് അമ്മമാരുടെ അച്ഛന്മാരുടെ സ്നേഹം ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടാൻ പോവാണ് ഗൈസ്. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മളുള്ളത്. ഇവിടെ തന്നെ ടേൺ ലെഫ്റ്റ് കാണിക്കുന്നു. 1 കിലോമീറ്റർ മോർ. 1 കിലോമീറ്റർ ആണോ? ലെഫ്റ്റിന്റെ മലയാളം ശ്രുതി ഇടത്തോട്ടാ. ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും എഡ്യൂക്കേഷൻ ഉള്ള ശ്രുതിക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് അരിമുളക്കുള്ളൂ. എനിക്ക് ഒട്ടുമില്ല പ്രജിമാമ, അവനാണുള്ളതല്ലേ. ശ്രുതിക്ക് നല്ല ബുദ്ധിയല്ല. ശ്രുതിയെ BA ലിറ്ററേച്ചർ അല്ലേ? ലിറ്റർ കണക്കിന് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് സയൻസ് എടുത്ത ആളാണ് ഞാൻ. സോറി, ആദ്യം തന്നെ മനസ്സിലായി നിന്റെ വിദ്യാഭ്യാസം. അല്ല സോറി, അങ്ങനെ ഞങ്ങൾ ഏകദേശം അല്ല. ആ ബോർഡ് കാണിക്കും, സ്നേഹക്കൂട് അഭയമന്ദിരം ലെഫ്റ്റിലേക്ക്. ഒരു സെക്യൂരിറ്റി ചേട്ടനൊക്കെ ഉണ്ട് പ്രോഗ്രാമായിട്ട്. ഇനി മാപ്പ് എക്സിറ്റ് ചെയ്യട്ടെ. ഈ വഴി ആയിരിക്കുമല്ലോ അല്ലേ? നല്ല കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അയ്യോ, അത് നല്ലുണ്ട്. അങ്ങനെ നമ്മൾ എത്താനായി. കണ്ടോ സ്നേഹക്കൂട്? ഒരുപാട് പേര് വന്നിട്ടുണ്ട് തോന്നുന്നു. വണ്ടികളൊക്കെ ഒരുപാട്. നല്ല ലൊക്കേഷൻ അല്ലേ ഇവിടെ? രസമുള്ള സ്ഥലമാണല്ലോ. അടിപൊളി സ്ഥലം. നമ്മളിവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്യാണ്. അവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലേ പ്രജറ്റ? നമ്മൾ ഇറങ്ങിയിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ? അതെ. ഇതിപ്പോൾ സ്നേഹക്കൂട്
മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ സാധുക്കളായ ആളുകൾക്ക് അവർക്ക് തണലൊരുക്കുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ്. എത്രയോ സാധുക്കളായ ആളുകൾ പോവുകയും അതോടൊപ്പം മറ്റ് രക്ഷിതാക്കളെയും അവർക്ക് പ്രായമെത്തി കഴിയുമ്പോൾ അവർ വേണ്ട വിധം പരിചരിച്ചില്ലെന്ന് വരികയും അതിനെതിരെ കേസെടുക്കാം എന്ന് പറയുന്നൊരു നിയമത്തിൻ്റെ തീരുമാനമാണ് പോണത്. ആ നിയമ ഭേദഗതി നിലവിലുണ്ട് എന്ന് വരികിൽ പോലും പലപ്പോഴും അത് നിയമമുണ്ട് എന്ന് വരികിൽ പോലും ഒരു രക്ഷാകർത്താവും നിയമ നടപടിക്കൊന്നും എതിരുകയാണ്. അങ്ങനെ ആരെങ്കിലും അവരോട് ഉപദേശിച്ചാൽ പോലും അവർ പറയുന്നതില്ല, മക്കൾക്കെതിരായി ഒരു നടപടിക്ക് ഞങ്ങൾ പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് തന്നെയാണ്. അപ്പൊ അവർക്കൊരു ആശയം ഉണ്ടാവട്ടെ. അമ്മമാരെടുത്ത് ഇദ്ദേഹത്തെ കാണാനാണ് ഈ പകുതി കൂടിയിരിക്കുന്ന ആളുകളും ഏറെ സ്നേഹത്തോടുകൂടി കൊച്ചിനെ സ്വാഗതം ചെയ്യണം. ഒപ്പം വൈഫ് ആലിയും എത്തിയിട്ടുണ്ട്. നല്ല വീഡിയോ നമ്മുടെ അച്ഛനമ്മമാരോട് ഡാൻസ് ഒക്കെ കളിച്ച് യൂട്യൂബിലൊക്കെ ഇട്ട് ഭയങ്കര ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടുകൂടി കൊച്ചിനെ എടുത്തു വെച്ച പ്രിയപ്പെട്ട പ്രജിത് പ്രതാപിനെ ആശംസകൾ അറിയിക്കുന്നതിന് ക്ഷണിക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിഷ ചേച്ചി എന്നെ വിളിച്ചപ്പോൾ ഞാനിവിടെ ഒരു 2 ആഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ അമ്മമാരെ കൂടെ ഡാൻസ് കളിച്ചു, അച്ഛന്മാരെ കൂടെ ഡാൻസ് കളിച്ചു. ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഞാൻ നിങ്ങളെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അച്ഛന്മാരെ ഓർമ്മയുണ്ടോ? താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം. അതാണ് ഞാൻ കോഴിക്കോട് നിന്ന് കൊണ്ട് വന്നത്. വല്ലാത്തൊരു, എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച് ഓൾ. ആരായിരിക്കാം? എല്ലാവരും എന്താണ്, ഉറക്കത്തിലായോ? ക്ഷീണമായോ? സ്നേഹങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരന്മാരും കലാകാരികളുമായ അച്ഛനമ്മമാരെയാണ് പ്രജൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോ നല്ല കൈയോടുകൂടി അച്ഛന്മാരെയും അമ്മമാരെയും ക്ഷണിക്കാം. സ്വാഗതം ചെയ്യാം. അച്ഛന്മാരെ കൂടി വേദിയിലേക്ക് വരാം.
പോസ്റ്റ് ചെയ്തിരിക്കുന്ന ശ്രീകുട്ടേട്ടൻ, ശ്രുതിയേട്ടൻ പോസ്റ്റ് എടുത്തിരിക്കുന്നു. അയ്യോ അങ്ങോട്ട് തന്നെയാണല്ലേ? റിവേഴ്സ് എടുത്തു അവിടെ എൻഡിങ് ആണെങ്കിലോ റോഡ് റിവേഴ്സ് താഴത്തേക്ക് എടുത്തു. പോവല്ലേ? ആ പോവാ. ബൈ. അങ്ങനെ നമ്മൾ 7:15 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാട്ടിലേക്ക് പോവാണ്. അവിടെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരായിട്ട് സംസാരിച്ചിരിക്കാനുള്ള ഒരു സ്പേസ് ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് ഏട്ടൻ വീഡിയോ ചെയ്തു, നമ്മൾ കുറച്ചൊന്ന് വർത്താനം പറഞ്ഞു എന്നല്ലാതെ ഇനി ഒരിക്കൽ കൂടി പോകണം അല്ലേ അവരേറ്റാ? നമുക്ക് അവരെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അല്ലാതെ കുറച്ച് സമയം നമുക്ക് അവരോടൊന്ന് സ്പെൻഡ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ ഈ യാത്ര തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ. വേറെന്താ ശ്രീയേട്ടാ? വേറെ പെന്നെന്താ, വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു പാട്ടിലാണ് നിർത്തിക്കോളെ. ഏതെങ്കിലും പാട്ടുണ്ട്? ഏതെങ്കിലും ഒന്ന് പാടി നിർത്തിക്കോളെ. ശ്രുതിയെ പാടറാ എപ്പോഴും. ഞാൻ വേഗം ഡിലേക്കല്ലേ. പാട്ടേതാ? യാത്രയാകും യാനപാത്രം ദൂരെ മായവേ, മഞ്ഞുകാറ്റിൽ മറയിലേതോ മാത്രമാകവേ, സമയം മറന്ന മാത്രകൾ പിരിയാൻ വിടാത്തൊരോർമ്മകൾ. എല്ലാരും കൂടി പഠിക്കുക. അകലേ അകലേ ആരോ പാടും ഒരു നോവ് പാട്ടിൻ്റെ നേർത്തരാഗങ്ങളോർത്തു പോകുന്നു ഞാൻ. അങ്ങനെ ഞങ്ങള് ടയേർഡാണ്, പക്ഷെ എല്ലാരും കിടന്ന് ഉറങ്ങരുതിട്ടോ. നമുക്ക് നാട്ടിലെത്തുന്നവരെ ഓണായിരിക്കാനുള്ള. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. വി ആർ ബാക്ക് ടു കാലിക്കറ്റ്. വി ആർ മൂവിങ് ബാക്ക് ടു കാലിക്കറ്റ്. ഞങ്ങൾ സേഫ് ആയിട്ട് വീട്ടിലെത്തും. ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയാക്കി ജിൽജിലാക്കി ഞങ്ങൾ യാത്രയാവാണ്. പ്രജേട്ട് നല്ല ടയേർഡാ. അവന്റെ കുട്ടി കുറച്ച് ദിവസമായിട്ട് ഫുൾ ഓട്ടം തന്നെ ഓട്ടം. പക്ഷെ ഭയങ്കര സന്തോഷം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. ബൈ.